നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും പാരിതോഷികങ്ങളോ പണമോ നൽകിയുള്ള മതപരിവർത്തനം നിയമപരമായി നിരോധിച്ചിട്ടുള്ള നാടാണ് ഇന്ത്യ. ഇവിടെ കേരളത്തിൽ മതപരിവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഈ മറ്റ് മതങ്ങളിലേക്ക് നിർബന്ധിച്ച് മാറ്റുന്നതും പാരിതോഷികങ്ങളും മറ്റും നൽകി മാറ്റുന്നതും വിദ്യാഭ്യാസവും അധികം പണവുമില്ലാത്ത പാവപ്പെട്ട ആളുകളെയൊക്കെ തന്നെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നതുമൊക്കെ വർഷങ്ങളായി തുടരുന്ന ഒരു സംഭവമാണ്. അതിൽ പുതുമയൊന്നുമില്ല. അതായത് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ക്രിസ്തീയ സമൂഹത്തിലേക്കും മുസ്ലിം സമൂഹത്തിലേക്ക് മാറ്റുന്നത്, അത് ലവ് ജിഹാദ് വഴിയൊക്കെ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞു മാറ്റുന്ന, അങ്ങനെ നേരിട്ടുള്ള മാറ്റമില്ല. പക്ഷേ ഈ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പലയിടത്തും, പ്രത്യേകിച്ചും കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ കേന്ദ്രീകരിച്ച്, കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ പാവപ്പെട്ട ആളുകളെ വിവിധ കോളനികളിലും അതുപോലെ ഈ വനവാസികൾക്കിടയിലേക്ക്, ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിലേക്കൊക്കെ പാരിതോഷികങ്ങളുമായി ചെന്ന് മതം മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു മുഖമങ്ങ് മാറുകയാണ് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഭീഷണിപ്പെടുത്തി, വിരട്ടി, കൊല്ലുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മതം മാറിയില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ചത്തുപോകും എന്ന് പറഞ്ഞ് പല രീതിയിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് എന്ന് അവിടെ നിന്നുള്ള ചില ആളുകൾ പറയുകയുണ്ടായി. ഇത് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ സർക്കാരുകൾ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത കുറവാണ്. കാരണം മതവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗം, ക്രിസ്തീയ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള ഒരു സാധ്യത കുറവാണ്. വിവിധ ഹിന്ദു സംഘടനകളാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ഹിന്ദു സംഘടനകൾ, ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു പാവപ്പെട്ട ഒരുത്തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, കുറെ കാര്യങ്ങൾ പറയുന്നു, അവസാനം മതം മാറണമെന്ന് ആവശ്യപ്പെടുന്നു, ബൈബിൾ കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അതുവരെയൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് മതം മാറിയില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ എന്ന് പറഞ്ഞ് വിരട്ട് ഘടനകൾ എത്തപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തടയപ്പെടേണ്ടതാണ്. ഹിന്ദു സംഘടനകൾ കുറച്ചുകൂടി ജാഗ്രത ഈ വിഷയത്തിൽ ഇടപെടണം. ഇതിനു മുൻപ് പലവട്ടം അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും പാവപ്പെട്ടവൻ്റെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് വേണ്ട ഭക്ഷണം നൽകുകയും ജോലി നൽകുകയും അവരുടെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകുകയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത കൂടി ഈ ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. അതുകൂടി ചെയ്യണം. ഇവർ അവിടെ പോയിട്ട് ഭീഷണിപ്പെടുത്തുന്നു, പണം കൊടുക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി കൃത്യമായി ചെയ്ത് തീർത്തിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ എന്ന ഒരു അഭിപ്രായം കൂടി ഇതോട് ചേർത്ത് വെക്കുകയാണ്. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ, ഇപ്പം ഒരാൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല, 1000 രൂപ ഒരാൾ മരുന്ന് വാങ്ങാൻ കൊടുക്കുന്നു, അതാരാണ് എന്ന് നോക്കില്ല. പക്ഷേ അയാളുമായിട്ടൊരു ആത്മബന്ധം അയാൾക്കുണ്ടായി കഴിഞ്ഞു, ആ വ്യക്തി പറയുന്നത് കേൾക്കാൻ ഒരു കമ്മിറ്റ്മെൻ്റ് ആയി കഴിഞ്ഞു. ആ രീതിയിൽ മുമ്പോട്ട് പോകുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ആയി കഴിയുമ്പോഴത്തേക്കും അതൊരു വലിയ കമ്മിറ്റ്മെൻ്റായി മാറുന്നു, ഒരു വിശ്വാസമായി മാറുന്നു, ആ രീതിയിൽ വരുന്നു. പിന്നെ കള്ളം പറഞ്ഞും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രകടിപ്പിച്ചും ഒക്കെ തന്നെ മതം മാറ്റുന്ന പരിപാടിയുണ്ട്. എന്തായാലും വിരട്ടലും ഭീഷണിപ്പെടുത്തലും ആക്രമണവും ഒന്നും മതം മാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയും ഇതുപോലെ ഒന്നും മതം മാറ്റാനൊന്നുമുള്ള നിയമവ്യവസ്ഥ ഇന്ത്യയിൽ ഇല്ല, ഒരിടത്തുമില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ ഹൈന്ദവ സംഘടനകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും നിയമ സംവിധാനങ്ങളുടെയും ഒക്കെ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും